എ കംപ്ലീറ്റ് ഗൈഡ് ഫോർ ദ ബിഗിനേഴ്സ് എന്ന വീഡിയോ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എപ്പിസോഡ് 7 ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതിൻ്റെ കണ്ടിന്യൂഷനാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വേരിയസ് സ്റ്റേജസ് ഓഫ് PhD, അതിൽ ഓരോ സ്റ്റേജസിലും ഏതൊക്കെ സ്റ്റെപ്സാണ് ചെയ്യേണ്ടതെന്നാണ് സംസാരിച്ചിരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഓരോ സ്റ്റേജസിനും എത്ര സമയം നമ്മൾ എടുക്കണം, അതിൻ്റെ ഒരു ഐഡിയൽ ആയിട്ടുള്ള ടൈം ലൈനിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. PhD നമ്മൾ ഫുൾ ടൈം ആയിട്ടാണോ പാർട്ട് ടൈം ആയിട്ടാണോ രജിസ്റ്റർ ചെയ്തത്, അതിനനുസരിച്ച് നമുക്ക് ടൈം ലൈൻ വേരി ചെയ്യും. ഞാൻ അത് രണ്ടും നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. ഒരു ഫുൾ ടൈം PhD ആണെങ്കിലും പാർട്ട് ടൈം PhD ആണെങ്കിലും ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് കോഴ്സ് വർക്കാണ്. കോഴ്സ് വർക്കിന് നോർമലി നമുക്ക് 6 months പീരീഡാണ് യൂണിവേഴ്സിറ്റി അലോട്ട് ചെയ്യുന്നത്. അത് ഇപ്പോൾ മിക്കവാറും എല്ലാ യൂണിവേഴ്സിറ്റീസും കമ്പൽസറി ആയിട്ട് ഫുൾ ടൈം PhDക്കും പാർട്ട് ടൈം PhDക്കും കോഴ്സ് വർക്ക് ഒരു കമ്പൽസറി ഇതായിട്ടും മാറ്റിയിട്ടുണ്ട്. അതനുസരിച്ച് ഇപ്പോൾ പാർട്ട് ടൈം ആണെങ്കിലും നമുക്ക് 6 monthsൻ്റെ ഉള്ളിൽ ഇത് കംപ്ലീറ്റ് ചെയ്യാം. അതായത് നമ്മൾ ലീവ് എടുത്ത് ഫുൾ ടൈം ആയിട്ട് ഇതിനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഒരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 6 monthsൽ തന്നെ അത് കംപ്ലീറ്റ് ചെയ്യാം. പക്ഷേ നമ്മൾ കോഴ്സ് വർക്ക് മാത്രമല്ല ആ സമയത്ത് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ലിറ്ററേച്ചർ റിവ്യൂ നമ്മൾ ഈ സമയത്ത് വളരെ സീരിയസ് ആയിട്ട് നമ്മളത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. കാരണം അതിന് വേറൊരു ടൈം നമുക്ക് അലോട്ട് ചെയ്യാൻ നിൽക്കരുത്. കാരണം നമ്മൾ ഉദ്ദേശിച്ച സമയത്ത് PhD കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഇത് രണ്ടും പാരലലി ചെയ്തുകൊണ്ടിരിക്കുക. അതിനൊരു 6 months പീരീഡ് നോർമലി എടുക്കും. പാർട്ട് ടൈം ആണെങ്കിൽ ചില സ്ഥലങ്ങളിൽ നമുക്ക് പാർട്ട് ടൈം ആകുമ്പോൾ ഒരു ഫസ്റ്റ് സെമ്മിൽ നമ്മൾ 2 പേപ്പർ നമുക്ക് എഴുതിയെടുക്കാം. ബാക്കിയുള്ള പേപ്പേഴ്സ് നമുക്ക് വേണമെങ്കിൽ അടുത്ത സെമിസ്റ്ററിൽ കംപ്ലീറ്റ് ചെയ്യാം. അങ്ങനെ ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ഓരോരുത്തരും അവിടുത്തെ യൂണിവേഴ്സിറ്റിയുടെ റൂൾ അനുസരിച്ച് ഡിസൈഡ് ചെയ്യാവുന്നതാണ്. പക്ഷെ എത്രയും പെട്ടെന്ന് കോഴ്സ് വർക്ക് തീർക്കുന്നതാണ് നമുക്ക് നല്ലത്. പിന്നെ നമുക്ക് ബാക്കിയുള്ള നമ്മുടെ റിസർച്ച് വർക്കിൽ കൂടുതൽ ടൈം കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു ലിറ്ററേച്ചർ റിവ്യൂവിനെ ബേസ് ചെയ്തുകൊണ്ട് കൺസോളിഡേഷൻ ചെയ്യുക എന്നുള്ളതാണ്. ലിറ്ററേച്ചേഴ്സ് എല്ലാം നമ്മൾ ഒരു സമ്മറി പ്രിപ്പയർ ചെയ്തിട്ട് നമ്മൾ അതിലത്തെ റിസർച്ച് ഗ്യാപ്പ് ഫൈൻഡ് ഔട്ട് ചെയ്ത് ഒരു റിസർച്ച് പ്രോബ്ലം അല്ലെങ്കിൽ നമുക്കൊരു കറക്റ്റായിട്ടുള്ള ഫൈനൽ പ്രോബ്ലം ഡെഫിനിഷനിലേക്ക് എത്തണം. അപ്പോൾ അതിനൊരു 3 months ടൈം നമുക്ക് നോർമലി എടുക്കാം. ഫുൾ ടൈം ആണെങ്കിൽ നമ്മൾ ഈ ഒരു ചെയ്യുന്ന കാര്യം പ്രോബ്ലം ഡെഫിനിഷൻ വളരെ കറക്റ്റായിട്ട് വേണം ചെയ്യാൻ. ഇല്ലെങ്കിൽ നമ്മുടെ ഡയറക്ഷൻ വളരെയധികം തെറ്റിപ്പോവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പ്രോബ്ലം വളരെ കൃത്യമായിട്ട് തന്നെ ഈ സമയത്ത് ഡിഫൈൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പാർട്ട് ടൈം ആകുമ്പം ഇറ്റ് മേ ടേക്ക് 4 to 6 months to complete this process. അത് കഴിഞ്ഞ് നമുക്ക് ഒരു പ്രോബ്ലം ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പ്രിലിമിനറി അനാലിസിസിനുള്ള ടൈമാണ്. പ്രിലിമിനറി അനാലിസിസ് എന്ന് പറയുമ്പോൾ ഓരോ സബ്ജക്റ്റിനെയും ഡിപ്പെൻഡ് ചെയ്ത് അത് വേരി ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് ആണ് നിങ്ങൾ എടുത്തിട്ടുള്ള ഫീൽഡെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡേറ്റ അനാലിസിസോ അല്ലെങ്കിൽ ഒരു കമ്പാരിറ്റീവ് സ്റ്റഡിയോ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന മെത്തേഡുകളിനെ കുറിച്ചുള്ള ഒരു ഇംപ്ലിമെൻറ്റേഷനോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കമ്പാരിറ്റീവ് സ്റ്റഡിയോ ഒക്കെ ആയിരിക്കാം ഈ ഒരു അനാലിസിസിൽ വരുന്നത്. ഇനി സോഷ്യൽ സ്റ്റഡീസോ അല്ലെങ്കിൽ സോഷ്യോളജി അങ്ങനെയുള്ള ഡിഫറെൻറ്റ് ഏരിയാസ് ആണെങ്കിൽ അവിടെ നമുക്കൊരു സർവേ ആയിരിക്കാം നമ്മൾ ചെയ്യുന്നത്. അതെല്ലാം ഇപ്പം സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള PhD ആണെങ്കിൽ എന്തെങ്കിലും ഇനീഷ്യലായിട്ടുള്ള എക്സ്പെരിമെൻറ്റ്സോ അല്ലെങ്കിൽ അതിന് വേണ്ട ഒരു കമ്പാരിസണോ ഒക്കെ ആയിരിക്കാം നമ്മൾ ആ സമയത്ത് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമുക്കൊരു എങ്ങനെ ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു പ്ലാനിങ് ഉണ്ടായിരിക്കണം. അതിനാണ് നമ്മൾ മെത്തഡോളജി പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പോൾ കറക്റ്റായിട്ടുള്ളൊരു മെത്തഡോളജി നമ്മൾ പ്ലാൻ ചെയ്യാനെടുക്കുന്ന ഒരു സമയമാണ് ആക്ച്വലി പിന്നെയുള്ള സമയം. അതായത് ഒരു 3 months വരെ നമുക്കതിന് സമയം കണ്ടെത്താം. പിന്നെ അതേപോലെ തന്നെ പാർട്ട് ടൈം ആണെങ്കിൽ 4 to 6 months നമ്മുടെ ഓരോരുത്തരുടെയും ടൈം അനുസരിച്ച് അത് വേരി ചെയ്യാം. പിന്നെയാണ് നമ്മൾ നമുക്ക് ഈ ഒരു റിസർച്ച് വർക്ക് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് ഉള്ള സമയം. ആ സമയത്ത് വേണം നമ്മൾ എന്തൊക്കെ ഡൊമെയിൻ നോളജ് നമ്മൾ അക്വയർ ചെയ്യണം എന്നുള്ളത് നോക്കാനായിട്ട്. അതായത് നമുക്ക് അഡീഷണലായിട്ട് ചിലപ്പോൾ ചില ടൂളുകൾ പഠിക്കേണ്ടി വരാം. അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിൽ ഏതെങ്കിലും പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് നമ്മൾ മനസ്സിലാക്കിയെടുക്കണം നമ്മുടെ വർക്ക് അല്ലെങ്കിൽ എക്സ്പെരിമെൻറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെയുള്ള അഡീഷണൽ നോളജ്
അക്വിസിഷനിലുള്ള ടൈമാണ്. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ മേജർ റിസർച്ച് വർക്ക് നമ്മൾ കണ്ടിന്യൂ ചെയ്യണം. നമ്മളപ്പോൾ മെയിനായിട്ട് നമ്മളിതിന് ആണ് ഏറ്റവും കൂടുതൽ സമയം നമുക്ക് എടുക്കുന്നത്. അപ്പോൾ 1 year ടൈം ആണ് അതിന് അലോട്ട് ചെയ്യേണ്ടത്. പാർട്ട് ടൈം ആണെങ്കിൽ നമുക്കൊരു 1.5 years വരെ നമുക്ക് ഈ ഒരു മേജർ വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് അലോട്ട് ചെയ്യാം. പിന്നെയുള്ളതാണ് നമുക്ക് നമ്മൾ റിസർച്ച് വർക്ക് കംപ്ലീറ്റ് ആയാൽ നമ്മളതിനെ വാലിഡേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ റിസൾട്ട്സ് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ പ്രോബ്ലം ഡെഫിനിഷനായിട്ട് നമ്മൾ കംപ്ലൈ ചെയ്യുന്നുണ്ടോ നമ്മുടെ റിസൾട്ട്സ് എന്നുള്ളത് എൻഷുർ ചെയ്യണം. അപ്പോൾ അത് ചിലപ്പോൾ നമ്മളതുമായിട്ട് ഡിവൈറ്റ് ചെയ്ത് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും ഈ സ്റ്റെപ്സ് ചിലപ്പോൾ കണ്ടിന്യൂ ചെയ്യേണ്ടി വരാം. അങ്ങനെ വരുമ്പോൾ ടൈം നമ്മൾ വിചാരിക്കുന്നതിലേക്കാൾ കൂടുതൽ നമുക്ക് ടൈം എടുക്കും. അപ്പോൾ നോർമലി നമുക്ക് ഒരു 4 months ഉള്ളിൽ ഇത് ചെയ്യാവുന്നതാണ്. പാർട്ട് ടൈം ആണെങ്കിൽ ഒരു 6 months പീരീഡ് കൊണ്ട് നമുക്ക് ഈ ഒരു വാലിഡേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാം. അത് കഴിഞ്ഞാൽ നമുക്ക് ഡോക്ടറൽ കമ്മിറ്റി നമ്മുടെ വർക്ക് ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളോട് ഒരു സിനോപ്സിസ് സബ്മിറ്റ് ചെയ്യാനായിട്ട് ആവശ്യപ്പെടും. പക്ഷേ സിനോപ്സിസ് സബ്മിറ്റ് ചെയ്യേണ്ട സമയത്ത് നമ്മൾ തീസിസും ഓൾറെഡി റെഡി ആയിട്ടുണ്ടാവണം. കാരണം സിനോപ്സിസ് എന്ന് പറയുന്നത് ഒരു തീസിസിൻ്റെ ഒരു അബ്സ്ട്രാക്റ്റ് രൂപമാണ്. അപ്പോൾ നമുക്കത് ഫ്രം സ്ക്രാച്ച് നമുക്ക് എഴുതാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, റൈറ്റിംഗ് എന്ന് പറയുന്നത് ലാസ്റ്റ് മാത്രം ചെയ്യേണ്ട ഒരു കാര്യമല്ല. അതും നിങ്ങൾക്ക് നമ്മൾ വൺസ് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ ലിറ്ററേച്ചർ റിവ്യൂ സ്റ്റാർട്ട് ചെയ്യുന്നതോടുകൂടി നമുക്ക് തീസിസ് റൈറ്റിങ്ങും പാരലലി ചെയ്യാം. അതെങ്ങനെയാണ് ഓരോ ചാപ്റ്റേഴ്സ് ഡിവൈഡ് ചെയ്ത് ചെയ്യേണ്ടതെന്നുള്ളത് തീസിസ് റൈറ്റിങ്ങിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് വേറെ വീഡിയോയിൽ പറയാം. പക്ഷേ എന്നാലും നമ്മൾ ആദ്യം തൊട്ട് ചെയ്യേണ്ട ഒരു പ്രോസസ്സാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ലാസ്റ്റ് തീസിസ് റൈറ്റിംഗ്, ഫൈനൽ റൈറ്റിംഗ് എന്ന് പറയുന്നത് നമ്മളിതിനെല്ലാം കൺസോൾഡേറ്റ് ചെയ്യുക, അതിലുള്ള കറക്ഷൻസ് ഒക്കെ ചെയ്യുക, അങ്ങനെയുള്ള ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള ടൈമാണ്. അപ്പോൾ നോർമലി ഒരു 6 months പീരീഡ് നമ്മൾ ഇതിന് വേണ്ടി മാറ്റി വയ്ക്കണം. പാർട്ട് ടൈം ആണെങ്കിൽ ഒരു 9 months ഒക്കെ എടുത്തു എന്ന് വരാം. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഓരോ സ്റ്റേജസിലും നമ്മൾ ഒരു ടൈം ലൈൻ ഫിക്സ് ചെയ്യേണ്ടത്. അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഫുൾ ടൈം PhD നോർമലി ഒരു 3 years ആണ് അതിൻ്റെ ഒരു ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു 2.10 months ആണ് നമുക്ക് ഒരു ഫുൾ ടൈം PhDക്ക് ടൈം ഞാൻ അലോട്ട് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഉള്ളിൽ തീർക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക. പാർട്ട് ടൈം PhD ആണെങ്കിൽ നമുക്ക് ഇതെല്ലാം ഒരു അപ്രോക്സിമേറ്റ്ലി 4 years കൊണ്ട് നമുക്കിതെല്ലാം കംപ്ലീറ്റ് ചെയ്യാം. അതിൽ ഫസ്റ്റ് ഇപ്പോൾ കോഴ്സ് വർക്ക് എന്ന് പറയുന്നത് നമ്മൾ ഫുൾ ടൈം പോലെ തന്നെയാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അവസാനത്തെ സ്റ്റേജും മാക്സിമം നമുക്ക് ഒരു ലീവൊക്കെ അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫുൾ ടൈം PhDയുടെ പോലെ തന്നെ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു ടൈം ലൈൻ നമ്മൾ ഷെഡ്യൂൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വിചാരിക്കുന്ന സമയത്ത് നമുക്ക് PhD കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മാക്സിമം ഈ ഒരു ടൈം ലൈൻ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യാനായിട്ട് ശ്രമിക്കുക. മാക്സിമം ഡിവീറ്റ് ചെയ്യാതെ നോക്കുക. എന്നാലും ചെറിയ വേരിയേഷൻസ് വന്നു എന്ന് വരാം. പക്ഷേ എന്നിരുന്നാൽ പോലും നമ്മൾ മാക്സിമം ഇതുമായിട്ട് നമ്മൾ ഓരോരുത്തരും അവനവൻ്റെ സൗകര്യത്തിനനുസരിച്ച് ഒരു ടൈം ലൈൻ നമ്മൾ ഡിസൈഡ് ചെയ്തിട്ട് ഈ ഓരോ പ്രോസസ്സും ചെയ്യുകയാണെങ്കിൽ വളരെ സക്സസ്ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ നമ്മൾ ഓരോ ഡിഫറെൻറ്റ് സ്ട്രീംസ് ആണെങ്കിലും നമുക്ക് എല്ലാവരും ഈ ഒരു പ്രോസസ്സായിരിക്കും. നമുക്ക് ഈ ടൈം ലൈൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഫോളോ ചെയ്യാം. കാരണം നമ്മുടെ വർക്ക് ഡിഫറെൻ്റ് ആയിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഓരോ സ്റ്റേജസിനും ഒന്നും ഡിഫറൻസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ ഒരു ടൈം ലൈൻ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ കാണുന്നതിന് താങ്ക്സ്. ഒരുപാട് പേര് കമൻറ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട് പല കാര്യങ്ങളും. ഞാനതെല്ലാം മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്.